ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ഷൈനാണ് വണ്ടി, ജന സർവീസായിട്ട് കയറിയതാണ്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ചെയിൻ സ്പോക്കറ്റിൻ്റെ നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു. ഒരു കറക്റ്റ് കംഫർട്ടായിട്ടുള്ള അടിക്കുന്ന സൗണ്ട് മാത്രമല്ല, മറ്റേ റോളർ കംപ്ലയിൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് കാണിച്ചത്. എന്നാൽ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല. താക്കോലിൻ്റെ ഇഗ്നീഷ്യൻ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമാണ് നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയുള്ളൂ കേട്ടോ. അതിൻ്റെ സർവീസ് ഓടിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ നമുക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണേ, പുതിയ ലൈൻഡറാണ്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്താൽ മതി, ബ്രേക്കിൻ്റെ കേസ് കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയിൻ നമ്മൾ നോക്കുന്ന സമയത്ത് ടൈറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കതിൻ്റെ ഈ ചെയിൻ്റെ ഈ റോളർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടേ നമുക്ക് ആ കറക്റ്റ് നമ്മളിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്താലും ആ ചെയിൻ്റെ ഒരു കറകറ സൗണ്ട് എന്തെങ്കിലും ഉണ്ടാവും. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിനും സ്പോക്കറ്റ് സെറ്റായിട്ട് മാറ്റിയാൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. അതായിരിക്കും നിലവിലിപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ കിറ്റായിട്ട് തന്നെ മാറണം. അതേ ചെയിനും സ്പോക്കറ്റും കൂടിയിട്ട് കമ്പനി ആയിട്ടും മേടിച്ചാൽ നമുക്ക് കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, വേറെ ഏതോ ബ്രാൻഡാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ റബ്ബറുകൾ ഓൾറെഡി പൊട്ടിയാൽ നിൽക്കണം. വീലിൻ്റെ ഉള്ളിലാണ് റബ്ബറാണ്. ആ ചെയിൻ സ്പോക്കറ്റിൻ്റെ ആ ലീഫ് വന്നിട്ട് ടച്ചാണ് ഭാഗത്ത് ഹബിനകത്ത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കത് ചേഞ്ച് ചെയ്തിടേണ്ടതായിട്ടുണ്ട്. അത് ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് എയർ ഫിൽട്ടർ പ്ലഗ് ഈ രണ്ട് ഭാഗവും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ടൈമിലേക്ക് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്ലഗിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ പോയിൻ്റ് ഒരുവിധം ആയിട്ടുണ്ട്. പോയിൻ്റ് അത്യാവശ്യം കത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. എയർ ഫിൽട്ടർ ആയാലും അത്യാവശ്യം അഴുക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടറും പ്ലഗും നമുക്ക് 10,000 കിലോമീറ്റർ ബേസ് ചെയ്ത് നമ്മൾ മാറേണ്ടി വരും. 10,000 കിലോമീറ്റർ ഓരോ 10,000 കിലോമീറ്ററിലും മാറ്റേണ്ട ഒരു പാർട്സാണ് എയർ ഫിൽട്ടറും പ്ലഗും കേട്ടോ. കാരണം വെച്ചാൽ അത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിലൊക്കെ കരിയുടെ അളവൊക്കെ കൂടാനായിട്ട് അതൊരു കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും ചേഞ്ച് ചെയ്തിട്ടാണ് നല്ലത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2024 പുത്തൻ ബാറ്ററിയാണ് ഇരിക്കണേ. നമ്മളെന്തായാലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ടൊക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്, 12.74 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പുതിയ ബാറ്ററിയാണ്, കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ കൂടി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ഇന്നർ കേബിൾ, നമ്മളിപ്പോൾ അത് ഓൾറെഡി വർക്കിംഗ് ആണ്. എങ്കിൽ കൂടി അതിൻ്റെ ഈ ഭാഗം വന്നിട്ട് തുരുമ്പിട്ടിട്ട് ഒടിയുന്നൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നോലെ നമുക്കത് ഇങ്ങനെ തന്നെ ഗ്രീസിട്ട് കയറ്റിയിടാം. പക്ഷേ ഇടയ്ക്ക് അത് പൊട്ടിപ്പോവും. നമ്മളത് മീറ്റർ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലേക്ക് വരും. പിന്നെ നമ്മളത് അഴിച്ച് മാറ്റാൻ നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ മാറ്റി പുതിയ കേബിൾ കൈയോടെ തന്നെ സെറ്റ് ചെയ്ത് പോവാം. പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല പാഡാണ്. അപ്പോൾ ബ്രാക്കറ്റ് കാലിപ്പർ ബ്രാക്കറ്റ് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് കിടക്കുന്നത് ഇതിൻ്റെ ആ കമ്പനി കേബിളൊന്നുമല്ല, വേറെ ഏതൊരു ഇതിൻ്റെയാണ് കേബിൾ. അത് തന്നെയല്ല നമുക്ക് ആ ലെങ്ത് ഉണ്ട്, അത്രയും ലെങ്ത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒടിഞ്ഞാൽ നിൽക്കണം. അപ്പോൾ അത് മാറ്റിയിടണം ഏറ്റവും സേഫ്. പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു, അത് മാറുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. കാർബറേറ്ററിൽ പ്രത്യക്ഷത്തിൽ വേറൊരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യം ഇപ്പോൾ നമ്മുടെ നിലവിൽ നോക്കുമ്പോൾ ഇല്ല. കാരണം മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ് കംപ്ലയിൻ്റ് അല്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ താക്കോൽ സെറ്റിൻ്റെ ഇടയ്ക്ക് ലൂസ് കോൺടാക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ കോൺടാക്റ്റ് കട്ടായി DC ടൈപ്പ് CDA നമുക്ക് വരാം. അതായത് ഇഗ്നീഷ്യൻ സ്വിച്ചും DC ടൈപ്പ് വരാം, 2 വയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ കോൺടാക്റ്റ് കട്ടായി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ഓഫ് ആയി പോകും. അത് ലൂസ് കോൺടാക്റ്റ് കാണിച്ചാൽ പോലും വണ്ടി ഓഫ് ആയി പോകും. ആ ഒരു കംപ്ലയിൻ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുള്ളൂ. പ്രത്യക്ഷത്തിൽ വേറെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് നോർമൽ നമുക്ക് രാവിലെ എടുക്കുമ്പോൾ ചെറിയ മിസ്സിങ്ങിൻ്റേതായിട്ടുള്ളൊരു സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചോക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് വണ്ടി ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കാർബറേറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ വീണ്ടും കോസ്റ്റ് കൂടി പോകും. കാരണം ജനറൽ സർവീസിലും ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ വരും. ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ട്, കാർബറേറ്റർ ക്ലീൻ കൂടി വരുമ്പോൾ പിന്നെ നിലവിൽ അതിനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് നമുക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് പിന്നെ കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പറഞ്ഞ കേസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. ഈ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയണം കേട്ടോ. കാരണം ചെയിൻ സ്പോക്കറ്റ് മാറ്റാണെങ്കിൽ അതടക്കം വേണം നമുക്ക് എസ്റ്റിമേറ്റ് ഇടാനായിട്ട്. ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് ആ സൗണ്ട് ഇല്ലാതിരിക്കുള്ളൂ. അതിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ ഭാഗം വന്നിട്ട് മടങ്ങിയിട്ട് ഇച്ചിരി ചരിഞ്ഞൊക്കെ നിൽക്കണം വണ്ടി. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മാറ്റി പുതിയ സ്റ്റാൻഡ് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണൽ ലിവർ വന്ന ടൈപ്പ് സ്റ്റാൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇടാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒരു പരന്ന പ്രതലം കൂടുതലാണ്. സ്റ്റാൻഡെന്ന് വെച്ചാലും സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. ചെയ്യണമെങ്കിൽ ആ കൂടുതൽ നമുക്ക് അതും കൂടി ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ.
അപ്പോൾ നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. ഈ ചെയിൻ സ്പോക്കിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് പറയാം, അതെങ്ങനെ മാറ്റിയിട്ടാണോ ചെയ്യേണ്ടതെന്നുള്ള ദിവസം ഒന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.